തിരുവനന്തപുരം തൊളിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ പ്രതിയായ ഇമാം ഷഫീഖ് അൽ ഖാസിമി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. താൻ നിരപരാധിയെന്നും കള്ളക്കേസിൽ കുടുക്കുകയാണെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. എസ്ഡിപിഐയുടെ വേദിയിൽ സംസാരിച്ചതിന്റെ പ്രതികാരമായി സിപിഎമ്മുകാർ നൽകിയ പരാതിയിലാണ് കേസെന്നും ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നു. ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി എൻ ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, ഇയാളെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്, ഉടൻ പിടിക്കും എന്ന് ഡിജിപി പറയുമ്പോഴാണ് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്താണ്? ഇദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം ഹൈക്കോടതി പരിഗണിക്കും. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് താൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്. പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റായ ഒരു പ്രാദേശിക സിപിഎം നേതാവാണ് ഈ കേസിന് പിന്നിലുള്ളത്. താൻ എസ്ഡിപിഐയുടെ യോഗങ്ങൾ പ്രസംഗിക്കാറുണ്ട്. അത് സിപിഎമ്മിന്റെ രാഷ്ട്രീയ എതിരാളികളാണ് അവർ. അതുമൂലമുള്ള വൈരാഗ്യം തീർക്കലാണ് ഈ കേസെന്നും ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. സിപിഎംമാർ നൽകിയ പരാതിയിലാണ് ഈ കേസെടുത്തതെന്നും ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നു. തന്നെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കേസുമായും പോലീസുമായും ഏതു വിധത്തിലും സഹകരിക്കാൻ തയ്യാറാണ്. ജാമ്യം നൽകുകയാണെങ്കിൽ ഏതു വിധത്തിലുള്ള ജാമ്യ വ്യവസ്ഥ അംഗീകരിക്കാനും താൻ തയ്യാറാണെന്നും അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്, മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. ഇന്ന് തന്നെ ഇത് പരിഗണിക്കുമോ? കേസ് അല്പസമയത്തിനകം പരിഗണിക്കും. ഇപ്പോൾ കോടതി ചേർന്നിട്ടുണ്ട്. കേസ് ഉടൻ തന്നെ എടുക്കുന്നതായിരിക്കും. എൻ ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്.